ഞണ്ട് വെച്ചിട്ടേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാൻ എങ്ങനെയാണ്? കറി ആക്കിയിട്ടാണോ റോസ്റ്റ് ആക്കിയിട്ടാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതേ ഇതുപോലെ ഞണ്ട് വെച്ചിട്ട് റൈസ് ഉണ്ടാക്കി കഴിക്കാനാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഞണ്ട് വെച്ചിട്ടുള്ള നല്ലൊരു അറബിക് റൈസാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഞണ്ട് വെച്ചിട്ട് ഇതുപോലെ റൈസ് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റെസിപ്പി എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ഞണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞണ്ടിൻ്റെ ഈ ചെറിയ കാലൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാണ്. അതുപോലെ തന്നെ വലിയ കാലൊന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ ഞണ്ടിൻ്റെ ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഒന്ന് പൊളിച്ചു കൊടുത്താൽ നമുക്ക് ഞണ്ടിൻ്റെ ഈ ഒരു തോട് പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിന് അകത്ത് കാണുന്ന ഇത് വേസ്റ്റാണ് കേട്ടോ. ഇത് കൈ വെച്ചിട്ട് തന്നെ മാറ്റിയെടുക്കുക. എന്നിട്ട് പൈപ്പിൻ്റെ ചോട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ ഈ ഒരു ഭാഗം ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് ചെറുതാക്കി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൈസിനായതുകൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നില്ല. ഇനി ഞണ്ടിൻ്റെ വലിയ കാല് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ കാലും ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാമും കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് മാറ്റി വെക്കാം കേട്ടോ. അത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു സവാളയും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഈ 3 ഐറ്റംസ് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഈ ഒരു ഓയിലിലേക്ക് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, ബേ ലീഫ് ഇതായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂണ് കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് സ്പൈസസ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. സവാള അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള വഴന്ന ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂണ് അറബിക് മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മസാലപ്പൊടികൾ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലപ്പൊടികൾ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മസാല ഞണ്ടിൽ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞണ്ടിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ അരി എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചാണ്. ഞാനിവിടെ 3/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റൈസ് ഈ ഒരു വെള്ളത്തിലിട്ടാട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആ റൈസിലേക്ക് വേണ്ട വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഞണ്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ കേട്ടോ ഞണ്ട് കുക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഒരു 20 മിനിറ്റ് ആട്ടോ ഞാൻ ഞണ്ട് വേവിച്ചെടുത്തിട്ടുള്ളത്. ഈ ഞണ്ട് ഈ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാണ്. ഇനി വെള്ളത്തിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സെല്ല റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ മന്തിക്കും കപ്സൊക്കെ എടുക്കുന്ന റൈസ് തന്നെയാണ്. അപ്പോൾ റൈസ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഉപ്പ് കുറവായപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഞണ്ട് ഉണ്ടല്ലോ, ഈ ഞണ്ട് നമ്മൾ ഒന്ന് മസാല കൂട്ടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഞണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞണ്ടിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂണ് വലിയ ജീരകം വറുത്ത് പൊടിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞണ്ടിൻ്റെ മീറ്റ് കഴിച്ച് നോക്കുമ്പോൾ ഉപ്പ് കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞണ്ട് ഇതുപോലെ മസാല കൂട്ടിയിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിനി ഞണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചെടുത്തിട്ട് ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറേശ്ശായിട്ട് ഞണ്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. 2 ഭാഗവും ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഞണ്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഞണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പുതിയ പാനൊന്നും എടുക്കരുത് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പുതിയ പാനൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ആ പാനിൽ പെട്ടെന്ന് വരെ വീഴും. ഞാനിവിടെ പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞണ്ട് ഞാൻ 2-3 പ്രാവശ്യമായിട്ട് കേട്ടോ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഞണ്ട് ഇത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ റൈസും കുക്കായിട്ടുണ്ട്. റൈസ് കറക്റ്റ് വേവാണ് കേട്ടോ. റൈസ് നല്ല ടേസ്റ്റാണ്. ഞണ്ടിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ റൈസിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനിത് സെർവ് ചെയ്യാം. റൈസ് ഇതായി ഒരു തട്ടിലേക്കാട്ടോ ഞാൻ സെർവ് ചെയ്യണത്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയും അതുപോലെ അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ചെറിയ ടൊമാറ്റോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഗാർണിഷിംഗ് ഒക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ അതാ നമ്മളെ അടിപൊളി അറബിക് റൈസ് റെഡി ആയിട്ടുണ്ട്. ഞണ്ട് വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു അറബിക് റൈസ് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്. റൈസും ഞണ്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ടും കൂടെ അറിയിക്കട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്